റെക്കോർഡ് ഒന്ന് ഇതാവട്ടെ. യെസ്, സ്റ്റാർട്ട് ചെയ്യാനില്ല. അപ്പൊ ഞാനിന്ന് പ്രധാനമായിട്ട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അച്ചടിയുടെ ഒരു ചരിത്രവും ഗദ്യത്തിന്റെ വികാസവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 3 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിലൊരു ക്ലാസ് ഞാനിപ്പോ എടുക്കുകയും പിന്നീട് 2 ക്ലാസ്സുകൾ കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഈ പരീക്ഷയ്ക്ക് പൂർണ്ണമായിട്ടും ഉപയോഗപ്രദമായ കാര്യങ്ങൾ മാത്രമല്ല, കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് പിന്നീടും ഗുണം ചെയ്യും. നിങ്ങൾക്ക് ഇതെല്ലാം വൺ വേർഡ് ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ അതിന്റെ കുറച്ചൊരു വിശദാംശങ്ങളോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് പിന്നെ ഇത് ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കത് ഉപകാരം ചെയ്യും. കാര്യങ്ങൾ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അത് സഹായകരമാണ്. അച്ചടിയും ഗദ്യത്തിന്റെ വികാസവും തമ്മിൽ വളരെ ഗാഠമായ ചില ബന്ധങ്ങളുണ്ട്. ഗദ്യം വളരെ പഴയ കാലത്ത് തന്നെ രൂപപ്പെട്ടു വരുന്ന ഒരു രചനാ സമ്പ്രദായമാണെങ്കിലും അച്ചടി വരുന്നതോടുകൂടിയാണ് ഗദ്യം ഒരു ആധിപത്യ രൂപത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനു മുമ്പ് പ്രധാനമായിട്ടും നമ്മൾ ഒരു വാചിക പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ഓറൽ ട്രഡീഷനിലാണ് പൊതുവെ, സാഹിത്യം മാത്രമല്ല നമ്മുടെ വിജ്ഞാന ലോകമൊട്ടാകെയും നിലനിന്നു പോന്നിരുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം അത് പദ്യരൂപത്തിലാണ്. നമ്മുടെ വേദങ്ങൾ ഇങ്ങോട്ടുള്ള നമ്മുടെ ഏത് കൃതികൾ എടുത്തു നോക്കിയാലും, മഹാകാവ്യങ്ങൾ, ആദ്യകാലത്തെ ഇതിഹാസങ്ങളായിരുന്നാലും, ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിനകത്ത് പദ്യത്തിന്റെ അളവ് വളരെ കൂടിയിരിക്കുകയും ഗദ്യത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഗദ്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നമ്മുടെ പുരാണങ്ങൾ, ഇന്ത്യയിലെ പുരാണങ്ങളൊക്കെ ഒരു പരിധിവരെ ഗദ്യത്തിൽ തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പലതും. പക്ഷെ നമ്മുടെ ഇതിഹാസങ്ങളായാലും ഇവൻ നാടകങ്ങൾ പോലും ചൊല്ലലിന് വലിയ പ്രാധാന്യമുള്ള രൂപത്തിലാണ് അതിന്റെ പല ഭാഗങ്ങളും സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ഒരു വാചിക പാരമ്പര്യം എന്ന് പറയുന്നത് ഓർമ്മയിൽ കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ വളരെ സഹായകരമാണ്. അപ്പോ ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കുക, തലമുറകളിലൂടെ അത് കൈമാറ്റം ചെയ്ത് അത് നിലനിർത്തി കൊണ്ടുപോരുക. അപ്പൊ അതിനൊക്കെ ഏറ്റവും സഹായകരമാകുന്ന ഒരു കാര്യമായിട്ടാണ് പൊതുവെ ഈ പദ്യരൂപങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യേണ്ട കഥകള്, പഴഞ്ചൊല്ലുകള്, അല്ലെങ്കിൽ വിജ്ഞാനങ്ങള്, അത്തരത്തിലുള്ള സംഗതികൾ, വിജ്ഞാനമൊക്കെ ആണ് പൊതുവെ, അല്ലെങ്കിൽ മതപരമായ ആശയങ്ങള്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സ്തോത്രങ്ങൾ, സ്തുതികൾ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ തലമുറകളിലൂടെ കടന്ന് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കാലാന്തരങ്ങളിൽ ഉപയോഗിക്കേണ്ടതായതുകൊണ്ടാണ് അവ പദ്യരൂപത്തിലും ഉണ്ടാകുന്നത്. എന്നാൽ അത് വളരെ രഹസ്യമായി സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളാണ് പൊതുവെ. സ്വകാര്യമായ കാര്യങ്ങളോ അല്ലെങ്കിൽ കുറേയും കൂടി സ്ഥിരതയോടുകൂടി എവിടെയെങ്കിലും പൊതുജനങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തി വയ്ക്കേണ്ട കാര്യങ്ങളാണ് ഗദ്യരൂപത്തിൽ വരുന്നത്. ശാസനങ്ങളായാലും പട്ടയങ്ങള്, ആദ്യകാലത്തുള്ള ഈ ക്ഷേത്രത്തിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പൊതുവെ ഗദ്യരൂപങ്ങൾ നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ പ്രധാനമായിട്ടും അത് പുരാണങ്ങളിലും അല്ലെങ്കിൽ അപൂർവം ചില, ഇപ്പൊ നമ്മുടെ അർത്ഥശാസ്ത്രം, കൗടില്യന്റെ അർത്ഥശാസ്ത്രം, അല്ലെങ്കിൽ നമ്മുടെ ആദ്യകാലത്ത് ബ്രഹ്മാണ്ഡ പുരാണം ഗദ്യം നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ പുരാണങ്ങളൊക്കെ ആണ് ഗദ്യരൂപത്തിൽ പലപ്പോഴും രേഖപ്പെടുത്തി വെച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പം പദ്യമാക്കാൻ പ്രയാസമുള്ള കഥാരൂപത്തിലുള്ള ഒരുപാട് വലിയ അളവിലുള്ള സംഗതികൾ ഗദ്യരൂപത്തിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിയുന്നതോടുകൂടി അച്ചടി എന്ന് പറയുന്ന ഒരു സംഗതി കടന്നു വരിക. അച്ചടി കടന്നു വരുന്നതോടുകൂടി ഈ ഓർമ്മയിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമായി മാറി. അത് നമ്മുടെ തലച്ചോറിൽ സൂക്ഷിച്ചു വയ്ക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് കടലാസിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളതാണ് അച്ചടി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അച്ചടിയുടെ സാധ്യതയെ ആ കാലത്ത്, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച ആളുകൾ, നിങ്ങൾക്കറിയാം അച്ചടി കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അച്ചടി എന്ന് പറയുന്ന ആധുനികമായ ഒരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുന്നത് പ്രധാനമായിട്ട് യൂറോപ്യന്മാരാണ്. ഗുട്ടൻബർഗിനെ പോലുള്ള ആളുകളാണ് അത് വികസിപ്പിച്ചെടുക്കുന്നത് നമ്മൾക്കറിയാം. അപ്പൊ അവരത് വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്
അല്ലെങ്കിൽ അവരങ്ങനെ ഒന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മതപ്രചരണമാണ്. അപ്പോ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടു വരുന്ന ഒരു ഘട്ടത്തിൽ മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ പിന്നെ ആ ഒരു കാലത്ത്, മാർട്ടിൻ ലൂതറൊക്കെ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പാണ് എങ്കിലും മാർട്ടിൻ ലൂതറിനെ ഉള്ള ആളുകളൊക്കെ രൂപപ്പെട്ടു വരാനിടയായ ഒരു പ്രതിഷേധ സാഹചര്യത്തിലാണ്, അതായത് ലത്തീൻ കത്തോലിക്ക സഭയോടുള്ള ഒരു പ്രതിഷേധ സാഹചര്യത്തിലാണ് ഈ അച്ചടി എന്ന് പറയുന്നത് യൂറോപ്പില് ഒരു ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് കടന്നു വരുന്നത്. അത് യൂറോപ്പിലേക്ക് എത്തുന്നത് ചൈനയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ചൈനയില് അച്ചടിയുടെ ആദിമ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ പക്ഷെ എന്താ വെച്ചാൽ ഈ മരക്കട്ടകളിലും ഒക്കെ അക്ഷരങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ട് അത് ഈ തുണികളിലും കടലാസുകളിലൊക്കെ പതിപ്പിക്കുകയാണ് ചെയ്തത്. മരക്കട്ടുകളിൽ അത് കൊത്തി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൊത്തി ഉണ്ടാക്കുന്ന അത്തരം ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രിന്റിങ്, അങ്ങനെ ബ്ലോക്ക് പ്രിന്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രിന്റിംഗ് സമ്പ്രദായം ചൈനയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ചൈനയിൽ കച്ചവടത്തിന് പോയ അറബികളിലൂടെ അത് സ്പെയിനിലെത്തുകയും പിന്നീട് അറബികൾ സ്പെയിനിലെത്തുന്നതോടുകൂടി അത് സ്പെയിനിലൊക്കെ വ്യാപിക്കുകയും സ്പെയിനിലൂടെ അത് പിന്നീട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ ബ്ലോക്ക് അച്ചടി എന്ന് പറയുന്നത് മരക്കട്ടകളിലൊക്കെ അല്ലെങ്കിൽ ലോഹത്തിലൊക്കെ കൊത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അക്ഷരങ്ങൾ കൊത്തി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട ഒരു പേജ് ആണെങ്കിൽ ആ ഒരു പേജ്, അല്ലെങ്കിൽ ഒരു സന്ദേശമാണെങ്കിൽ സന്ദേശം, അല്ലെങ്കിൽ ഒരു പരസ്യമാണെങ്കിൽ പരസ്യം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ അച്ചടി തുടങ്ങുന്നത് ചീട്ടുകളിലൂടെ, നമ്മൾ പറയുന്ന പ്ലേയിങ് കാർഡ്സ് എന്ന് പറയുന്ന ഈ ചീട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടൊക്കെയാണ് ആദ്യകാലത്ത് അച്ചടി രൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കിയ ബ്ലോക്കുകളിലൂടെ അച്ചടി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗുട്ടൻബർഗ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്ലോക്കുകൾക്ക് പകരം മൂവബിൾ ടൈപ്സ് എന്ന് പറയും. മൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട്, ലോഹം കൊണ്ടുണ്ടാക്കിയ അച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ മെഷ്യന്റെ സഹായത്തോടുകൂടി, മനുഷ്യന്റെ കൈയുടെ സഹായം കഴിയുന്നത്ര കുറച്ച്, അല്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനം കഴിയുന്നത്ര കുറച്ച് യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് അച്ചടി ആരംഭിക്കുന്നതാണ് ഗുട്ടൻബർഗ് അച്ചടിയുടെ ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നതാണ്. അപ്പം ആ ഒരു അച്ചടി സംവിധാനം 1450-കളിലാണ് അദ്ദേഹം, 1450 മുമ്പ് 1440-കളിൽ തന്നെ അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. 1450 കൂടിയിട്ട് 15-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ മൂവബിൾ പ്രിന്റിംഗ് പ്രസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു യന്ത്രം, ഒരു അച്ചടി യന്ത്രം അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട്. അതില് അദ്ദേഹം 42 വരി ബൈബിൾ ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. അപ്പൊ ബൈബിളാണ് ഈ കൃതിയിൽ ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. 42 വരി ബൈബിൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. 42 ലൈൻ ബൈബിൾ എന്ന് പറയുന്ന ആദ്യത്തെ അച്ചടി വരികയാണ്. 42 ലൈൻ അച്ചടി എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ 42 വരികൾ ആയിട്ട് അക്ഷരങ്ങൾ ക്രമീകരിക്കുകയാണ് അതിനകത്ത് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് ആ കൃതി, ആ രചന, ആദ്യമായി അച്ചടിക്കപ്പെട്ട ആ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബൈബിൾ അതിന്റെ പല പകർപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അദ്ദേഹം അതിനു മുമ്പ് അദ്ദേഹം ഇങ്ങനെ സെമിനാരികളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ഗുട്ടൻബർഗ് കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ബൈബിൾ കൈയെഴുത്ത് പ്രതികളായിട്ട് അച്ഛന്മാര്, എഴുതാൻ കഴിവുള്ള നല്ല അച്ഛന്മാര് അങ്ങനെ കൈകൊണ്ട് എഴുതി ഓരോ കടലാസുകളും അങ്ങനെ എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൈയെഴുത്ത് പ്രതികളായിട്ടാണ് ബൈബിൾ സൂക്ഷിക്കുന്നത്. അത് കണ്ടപ്പോഴത്തേന് അദ്ദേഹത്തിന് അത് അച്ചടി രൂപപ്പെടുത്തിയെടുക്കാനായിട്ട്, അച്ചടിക്ക് ഒരു യന്ത്രം, ഇങ്ങനെയുള്ള ഒരാൾ ജീവിതകാലം മുഴുവൻ ഇരുന്ന് ചെയ്യുന്ന പണി കുറച്ച് മാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടോ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്യാൻ ഉള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഈ അച്ചടിയുടെ വികാസത്തിന് ആദ്യമായിട്ട് കാരണമായിട്ട് വരുന്നത്. പിന്നീട് അത് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കും പോവുകയും ഒരൊറ്റ നൂറ്റാണ്ട് കൊണ്ട് പിന്നെ ആയിരക്കണക്കിന് അച്ചടിശാലകൾ യൂറോപ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ആയിരക്കണക്കിന് അച്ചടിശാലകൾ ഉണ്ടായി. ഈ അച്ചടിശാലകളിൽ ഏറെയും യഥാർത്ഥത്തിൽ ഈ മതപ്രചരണത്തിന് ആവശ്യമായിട്ടുള്ള കൃതികളുടെ അച്ചടിക്ക് വേണ്ടി തന്നെയാണ് പലതും രൂപപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ പരസ്യങ്ങള്, സർക്കാരിന്റെ ദർഖാസുകള്, സർക്കാരിന്റെ ഉത്തരവുകള്, അല്ലെങ്കിൽ പുതിയ റെഗുലേഷൻസ്, ആ നാട്ടിൽ പുതിയതായിട്ട് രാജാക്കന്മാരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ പാസ്സാക്കി എടുക്കുന്ന നിയമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനശ്രദ്ധയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ അച്ചടി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അച്ചടി യന്ത്രം ഒരേ സമയം ഭരണാധികാരികൾക്കും മതപുരോഹിതന്മാർക്കും വളരെ പ്രയോജനകരമായ ഒന്നായിരുന്നു. അങ്ങനെയാണ് അത് യൂറോപ്പിൽ വളരെ പെട്ടെന്ന് അത് രൂപപ്പെട്ടു വരുന്നത്.
അച്ചടിയുടെ വികാസത്തിന് കാരണമാകുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് പിന്നെ കടലാസിന്റെ വ്യാപകമായ ഉപയോഗം കണ്ടുപിടുത്തു. കടലാസ് കണ്ടുപിടിക്കുന്ന ചൈനയിലാണ്. അത് വളരെ നേരത്തെ തന്നെ, ഒരുപക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയിൽ കടലാസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ കടലാസ് വളരെ നേരത്തെ അവിടെ കണ്ടെത്തിയിരുന്നു. ആ കടലാസ് ക്രമേണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കച്ചവടക്കാരിലൂടെ അത് വിദേശ രാജ്യങ്ങളിലേക്ക് അത് എത്തിപ്പെടുകയാണ്. കടലാസ് എന്ന് പറയുന്ന സാധനം എത്തിപ്പെടുകയാണ്. കടലാസിന്റെ ഉപയോഗം ഇന്ത്യയിൽ താരതമ്യേന കുറവായിരുന്നെങ്കിലും ഈ ശ്രീലങ്കയിലും അതുപോലെ നേപ്പാള് അടക്കമുള്ള ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ചൈന, ജപ്പാൻ, കൊറിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ കടലാസ് വളരെ നേരത്തെ തന്നെ ഉപയോഗത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നായിരുന്നാലും ഈ കടലാസ് യൂറോപ്പിലെത്തുന്നതോടുകൂടി കടലാസും യന്ത്രവും ചേർന്ന് അച്ചടിയുടെ വലിയ ഒരു വിപ്ലവ സാധ്യത അവിടെ തുറന്നിടുകയും ഭരണാധികാരികളും മതപുരോഹിതന്മാരും അതിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അത് ഉപയോഗപ്പെടുത്തി അതിന്റെ പ്രചരണത്തിന് വേണ്ടിയല്ല, അവരുടെ മതപ്രചരണത്തിന് വേണ്ടി ഈ പുതിയ സംഗതികൾ ഉപയോഗിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ കൊളോണിയൽ ശക്തികളുടെ വികാസം, നമുക്കറിയാം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്നു, അല്ലെങ്കിൽ ഡച്ചുകാര്, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാരൊക്കെ ഇന്ത്യയിൽ വരുന്നു. അതുപോലെ തന്നെ ഇവര് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നു, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇവര് പുതിയതായി ചെന്ന് ചേരുന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളുമായിട്ട് ഇവർക്ക് ഇവരുടെ മതപരമായ ആശയങ്ങൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് എല്ലായിടത്തും പോയി പറഞ്ഞു നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോ അവര് അവിടെ ലഭ്യമാകുന്ന ഒരു സവിശേഷമായ ഏജൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അച്ചടിക്കുന്ന പുസ്തകങ്ങളിലെ കാര്യങ്ങൾ, അച്ചടിച്ച് തയ്യാറാക്കുന്ന പുസ്തകങ്ങളിലെ കാര്യങ്ങൾ ഒരു ഏജൻസി വഴി അവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബൈബിളിന്റെ പതിപ്പുകൾ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്തുമത സാരം എന്നൊക്കെ പറയുന്ന ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, ഡോക്ട്രിന ക്രിസ്ത എന്ന് പറയുന്ന ആ പുസ്തകങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതായത് ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലെ അച്ചടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അച്ചടിക്കപ്പെടുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് തന്നെ ഈ ഡോക്ട്രിന ക്രിസ്ത എന്ന് പറയുന്ന ആ പുസ്തകമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിക്കപ്പെടുന്നത്. അത് പോർച്ചുഗീസ് ഭാഷയിലാണ് അത് അച്ചടിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. 1557 ഡോക്ട്രിന ക്രിസ്ത എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ ഇവിടെ അച്ചടിക്കുന്നുണ്ട്. 1556 ഒരു പ്രിന്റിംഗ് പ്രസ് ഗോവയിൽ, ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കുന്നത് ഗോവയിലാണ്. അപ്പൊ ഗോവയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ആധിപത്യം നേടിയെടുത്ത പോർച്ചുഗീസുകാർ, വാസ്കോ ഡി ഗാമ ഇന്ത്യയിലെത്തിയതിനു ശേഷം നമ്മുടെ ദക്ഷിണേന്ത്യയിലെ പല പ്രദേശങ്ങളിലും പോർച്ചുഗീസുകാർ അവരുടെ ഭരണത്തിന് കീഴിലാക്കി. എന്നിട്ട് അവർ ഗോവ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മതപരമായ ആസ്ഥാനവും യഥാർത്ഥത്തിൽ ഗോവയായിരുന്നു. ഗോവയിൽ ഒരു ആർച്ച് ബിഷപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയാണ് അവരുടെ കേന്ദ്രം, ഭരണസ്ഥിര കേന്ദ്രം അവിടെ തന്നെയായിരുന്നു, മത കേന്ദ്രവും അവിടെ തന്നെയായിരുന്നു. അപ്പൊ അവിടെ തന്നെയാണ് അവർ അച്ചടിയും ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. 1556 അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ച് 57 അവിടെ ഡോക്ട്രിന ക്രിസ്ത എന്ന് പറയുന്ന ഒരു പുസ്തകം അത് പോർച്ചുഗീസ് ഭാഷയിലാണ് അച്ചടിക്കുന്നത്. പിന്നീട് അതിന്റെ തന്നെ വിവിധ പതിപ്പുകൾ, അതിന്റെ തമിഴ് പതിപ്പുകളാണ് പിന്നീട് അച്ചടിച്ചിരുന്നത്. നമ്മുടെ ആദ്യകാലത്ത് അച്ചടിച്ചിരുന്നു. അച്ചടിച്ചിരുന്ന ഗോവയിൽ നിന്ന്. രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലല്ല ഈ പുസ്തകം, തമിഴ് പുസ്തകങ്ങളാണ്, പക്ഷെ ഇതൊന്നും തമിഴ്നാട്ടിലല്ല അച്ചടിച്ചത്, എല്ലാം കേരളത്തിൽ അച്ചടിച്ചു. അതുകൊണ്ട് കേരളത്തില് ആദ്യമായി ആരംഭിച്ച പ്രസ് എന്ന് പറയുന്നത് ഗോവയിൽ പ്രസ് ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊല്ലത്ത് ഒരു പ്രസ് ആരംഭിക്കുന്നുണ്ട്. കൊല്ലത്ത് തങ്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ പ്രസ് ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. കൊല്ലം തങ്കശ്ശേരിയിലാണ് നമ്മുടെ ആദ്യത്തെ പ്രസ് ആരംഭിക്കുന്നത്. അത് ഒരു വർഷം അവിടെ പ്രവർത്തിച്ചതായിട്ട് തോന്നുന്നുള്ളൂ. ഒരു 1577 ഒക്കെ ആയിരിക്കണം ഒരുപക്ഷെ കൊല്ലത്ത് ഈ അച്ചൂടം ഉണ്ടായിരുന്നിരുന്നത്. അവിടെ നിന്ന് ഒരു പുസ്തകം മാത്രമേ അച്ചടിക്കപ്പെട്ടുള്ളൂ, ഒരു പുസ്തകം മാത്രമേ അച്ചടിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് അവിടുന്ന് ഈ കൊല്ലത്തു നിന്നുള്ള, അതും തമിഴ് പുസ്തകമാണ്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അച്ചടി നമ്മുടെ കൊച്ചിയിലേക്ക്, കൊച്ചിൻ കോട്ടയിലേക്ക് അച്ചടി മാറുകയാണ്. അവിടെയും ഈ തമിഴ് പുസ്തകങ്ങളാണ് ആദ്യകാലത്ത് അച്ചടിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ചടി
അവിടെ നിന്ന് പിന്നെ മാറുന്നത് പിന്നെ വൈപ്പിൻ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അച്ചടി മാറുന്നുണ്ട്. അതുപോലെ കൊടുങ്ങല്ലൂരിൽ കുറച്ചു കാലം അച്ചടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, പക്ഷെ അതിന്റെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ അമ്പഴക്കാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അച്ചടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ അമ്പഴക്കാട്ട് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അമ്പഴക്കാട്ടും ഒക്കെ ഈ അച്ചടി ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ആദ്യകാല അച്ചടി ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഗോവയിലാണെങ്കിലും പിന്നെ തുടർന്നുണ്ടാകുന്ന അച്ചടിശാലകളെല്ലാം രൂപപ്പെടുന്നത് കേരളത്തിലാണ്. അത് കൊല്ലം, കൊച്ചി, പിന്നെ വൈപ്പിൻ കോട്ട, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ചെറിയ തർക്കമുണ്ട് എങ്കിലും കൊടുങ്ങല്ലൂര്, അമ്പഴക്കാട്ട് ഇങ്ങനെ പറയുന്ന ആദ്യകാല മുദ്രണാലയങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ അച്ചടിച്ചിരുന്നത് തമിഴ് പുസ്തകങ്ങളാണ്. തമിഴ്നാട്ടിലാണ് മിഷണറിമാരുടെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ ആദ്യകാലത്ത് നടന്നതെങ്കിലും തമിഴ്നാട്ടിൽ അച്ചടിശാലകൾ ഇല്ലായിരുന്നു എന്നാണ് പൊതുവെ മനസ്സിലാക്കേണ്ടത്. തമിഴ് ലിപികളൊക്കെ ഏറ്റവും ആദ്യമായിട്ട് കൊത്തിയുണ്ടാക്കിയത് ജോൺ ഗോൺസാൽവസ് എന്ന് പറയുന്ന ഒരു പാതിരിയാണെന്നാണ് പറയുന്നത്. ഈ ഗോൺസാൽവസ് അല്ലെങ്കിൽ ജോൺ ഗോൺസാൽവസ് എന്ന് പറയുന്ന ആള് കൊത്തിയുണ്ടാക്കിയ ഈ ലിപികളാണ് മലയാളത്തിലെ ആദ്യത്തെ ലിപികൾ എന്ന് പറയുന്നത്. സക്കറിയസ് മാഷിന്റെ പുസ്തകത്തിനകത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അതായത് ജോൺ ഗോൺസാൽവസ് ആണ് ആദ്യമായി മലയാളം ലിപികൾ കൊത്തിയുണ്ടാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മാത്രമല്ല പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ KM ഗോവി എന്ന് പറയുന്ന ആൾ അതിനെക്കുറിച്ച് ധാരാളമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം പറയുന്നത് ജോൺ ഗോൺസാൽവസ് കൊത്തിയുണ്ടാക്കിയത് തമിഴ് അക്ഷരങ്ങളായിരുന്നു എന്നും അത് ഗോവയിലും അതുപോലെ തന്നെ കൊല്ലത്തും കൊച്ചിയിലും ഒക്കെ അത് അച്ചടിക്കാൻ വേണ്ടിയിട്ട് ആ ലിപി ഉപയോഗിച്ചിരുന്നു, അത് തമിഴ് ലിപികളാണ് എന്നുമാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആദ്യകാലത്ത് മലയാളത്തിൽ ലിപികൾ ഉണ്ടായിരുന്നില്ല, തമിഴ് ലിപികളായിരുന്നു. ആ തമിഴ് ലിപികളിലാണ് ആദ്യകാലത്തെ ഗ്രന്ഥങ്ങളൊക്കെ അച്ചടിച്ചത്. കേരളത്തിലായിരുന്നു ഗ്രന്ഥശാലകളെങ്കിലും അച്ചടിശാലകളെങ്കിലും അവയൊക്കെ അച്ചടിച്ച തമിഴ് കൃതികളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ യഥാർത്ഥത്തിൽ മലയാളം അച്ചടി എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, മലയാളം അച്ചടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയാറുള്ളത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു കൃതിയാണ് നമ്മൾ ആദ്യമായിട്ട് പറയുക. എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ഒരു കൃതി എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പൊ ആ കൃതി നമുക്കറിയാവുന്ന പോലെ അത് മലബാറിലെ കേരളാരാമം എന്നുള്ള ഒരു പേരും കൂടി അതിന് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഹോർത്തൂസ് മലബാറിക്കസിന് പറയുന്ന ഒരു പേര് കേരളാരാമം എന്നാണ്. അത് 12 വോള്യങ്ങളായിട്ടാണ് അത് അച്ചടിച്ചത്. പിന്നെ നിങ്ങൾക്കറിയാം അത് വിദേശത്താണ്. ഇവിടെ ഇന്ത്യയിലല്ല അച്ചടിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മലയാളം അച്ചടി നടക്കുന്നത് വിദേശത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആംസ്റ്റർഡാമിലാണ് അച്ചടിക്കുന്നത്. അപ്പോൾ അവിടെ അച്ചടിക്കപ്പെട്ട ഈ 12 വോള്യങ്ങളുള്ള ഈ കൃതി അത് രചിക്കുന്നത് ഒരു ഘട്ടത്തിലും രചിച്ചതിന് ശേഷമാണ് അത് ദീർഘകാലം കഴിഞ്ഞിട്ടാണ് അത് അച്ചടിക്കുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് അച്ചടിക്കുന്നത്. 1678 അതിന്റെ ആദ്യത്തെ വോളി അച്ചടിക്കുന്നത്. ഒന്നാം വോളി അച്ചടിക്കുന്ന 1678 പിന്നെ അതിന്റെ അവസാനത്തെ വോളിയം അച്ചടിക്കുന്ന 1693 1693. അപ്പൊ അത്രയും സുദീർഘമായ ഒരു വർഷം എടുത്തിട്ടാണ് ഈ 12 വോള്യങ്ങളായിട്ട് ഈ കൃതി ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. ആ കൃതിയുടെ സവിശേഷത എന്ന് പറയുന്നത് അതിനകത്ത് അറബി ലിപിയിലും സംസ്കൃതം ലിപിയിലും ലത്തീൻ ലിപിയിലും അതുപോലെ മലയാളം ലിപിയിലും ഈ 4 ലിപികളിലും അതിനകത്ത് സസ്യനാമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നുള്ള സസ്യങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ട് ആ സസ്യങ്ങളുടെ ചിത്രങ്ങളുടെ താഴെ ഈ 4 ഭാഷകളിൽ പിന്നെ അതിന്റെ പേരുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ പേരാണ് യഥാർത്ഥത്തിൽ മലയാളം ലിപിയിൽ അച്ചടിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രന്ഥലിപിയിലാണ് അത് മലയാളം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ അതുകൊണ്ട് നമ്മൾ മലയാളം അച്ചടി ആദ്യം ആരംഭിച്ചത് അതിലാണെന്നാണ് പൊതുവെ പറയുക. ഹോർത്തൂസ് മലബാറിക്കസിലാണ് മലയാളം അച്ചടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ മലയാളം അച്ചടി എന്ന് പറയുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. അതൊരു ബഹുഭാഷ കൃതിയാണ്. അതിനകത്ത് മലയാളം ലിപി ഉപയോഗിച്ച് സസ്യനാമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മലയാള ലിപി ആദ്യമായി അച്ചടി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കൃതി എന്നുള്ള പദവി തീർച്ചയായിട്ടും അതിനുണ്ട്. പക്ഷെ അത് നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു ആധുനിക അച്ചടി അല്ല അതിൻ്റെത്. നമ്മൾ പറയുമല്ലോ പഴയ ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ബ്ലോക്ക് അച്ചടിയാണ്. അതായത് ഒരു ചിത്രം പോലെ ഈ ലോഹങ്ങളിൽ കൊത്തിയെടുത്ത ചിത്രങ്ങൾ ഒരു പേജിലേക്ക് പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊത്തിയെടുക്കുന്ന ഒരു ചിത്രം പോലെ കൊത്തിയെടുത്ത വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ തെങ്ങ് എന്നോ അല്ലെ കവുങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന, കമുക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ
കൊത്തിയെടുത്തിരിക്കുന്ന, അതായത് ഒരൊറ്റ ബ്ലോക്കിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ചിത്രം പതിപ്പിക്കൽ പോലുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതിനെ ഒരു ആധുനിക അച്ചടി രൂപമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആധുനിക അച്ചടി രൂപത്തിലേക്കുള്ള ഒരു പരിണാമത്തിനിടയിൽ മലയാളം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസിലാണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചില സൂക്ഷ്മമായ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചാൽ നമ്മൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. കാരണം നമ്മളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ആളുകൾ ചോദിക്കും. അപ്പൊ ഇത് മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് അതിന്റെ കൃത്യമായ ഉത്തരം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് മനസ്സിൽ വെക്കുക. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് ഈ ലിസ്ബണിൽ അച്ചടിക്കപ്പെട്ട അല്ലെങ്കിൽ ലിസ്ബണിലാണ് അച്ചടിക്കുന്നത് കേട്ടോ. ലിസ്ബണിൽ അച്ചടിക്കപ്പെട്ട ഈ കൃതി അത് എന്റെ കുറച്ച് കോപ്പി ഇന്ത്യയിലും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൽക്കട്ട ലൈബ്രറിയിൽ അതിന്റെ ഒരു കോപ്പി ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് അവിട്ടം തിരുനാൾ ഗ്രന്ഥശാലയിൽ അതിന്റെ ഒരു കോപ്പി ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും പരിമിതമായ കോപ്പികൾ തന്നെ അതിന് അച്ചടിക്കപ്പെട്ടിട്ടുണ്ടാവാനായിട്ട് സാധ്യതയുള്ളൂ. പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ അത് പിന്നെ സംരക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട്. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂവബിൾ ടൈപ്പിലുള്ള അച്ചടി എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് 1772 1772 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 1772 പ്രത്യേകത സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന കൃതി അച്ചടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ വർഷത്തിന്റെ പ്രത്യേകത 1772. അപ്പൊ സമ്പൂർണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ഒരു കൃതി ആദ്യമായി പുറത്തു വരുന്നത് റോമിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ അച്ചടി ആരംഭിക്കുന്നത് റോമിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കാര്യം ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. 1556 ഗോവയില് അച്ചടി ആരംഭിച്ചിട്ട് ഇത്രയധികം വർഷം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് മലയാളം അച്ചടി കേരളത്തിൽ ഉണ്ടായില്ല? അല്ലെ, ലിസ്ബണിലാണോ ഒരു കൃതി ഉണ്ടായതെങ്കിൽ പിന്നീട് ഒരു കൃതി ഉണ്ടാകുന്നെങ്കിൽ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് 1772 എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, ഒരു പക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് മലയാളം അച്ചടി അല്ലെങ്കിൽ മലയാള ലിപി യഥാർത്ഥത്തിൽ അച്ചടിയിലേക്ക് വരുന്നത്. അപ്പൊ ഇത്രയും പഴയ കാലത്ത് തന്നെ അച്ചടി ഉണ്ടായിട്ടും നമ്മുടെ മലയാളത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ തമിഴിലൊക്കെ അച്ചടി ഉണ്ടായി, അതുപോലെ കൊങ്കിണി ഭാഷയിലുള്ള ഒരു കൃതി പോലും റോമൻ ലിപിയിൽ ഗോവയിൽ അച്ചടിച്ചു എന്നാണ് പറയുന്നത്. അതായത് കൊങ്കിണി ഭാഷയിൽ പോലും ഒരു കൃതി ഉണ്ടായി. ലിപി റോമൻ ലിപിയായിരുന്നു എങ്കിലും എന്നിട്ട് പോലും മലയാളത്തിൽ ഒരു കൃതി അച്ചടിക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ട് നമുക്ക് ഒരുപക്ഷെ തോന്നും. ഇത്രയധികം അച്ചടിശാലകൾ കേരളത്തിൽ ഉണ്ടായിട്ട് പോയി. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഷയിലുള്ള ലിപിയുടെ വൈവിധ്യങ്ങളാണ്. ഇപ്പൊ തമിഴിൽ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ ലിപികളേ ഉള്ളൂ. തമിഴ് ലിപികളുടെ കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ തമിഴില് അച്ചടി വളരെ എളുപ്പമാണ്. വളരെ കുറഞ്ഞ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ടൈപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഈ അച്ചുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ മലയാളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്ന അച്ചുകളുടെ ഈ വൈവിധ്യവും അതുപോലെ തന്നെ അച്ചുകളുടെ എണ്ണം കൂടുതലും എല്ലാം വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയായിട്ട് അച്ചടിയെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ അത് പരിഹരിക്കപ്പെടുന്ന 1772 ശരിക്കും അതിനു മുമ്പ് തന്നെ 1768 തന്നെ ക്ലെമന്റ് പിയാനിയസ് പാതിരി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പാതിരി, ഒരു ഫാദർ. അപ്പൊ അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിലെത്തി നമ്മുടെ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നടത്തി ക്രിസ്തുമത പ്രചരണമൊക്കെ നടത്തുന്നതിന് വേണ്ടി ഇറ്റലിയിൽ നിന്ന് ഇവിടെ എത്തിയ ആളാണ്, കേരളത്തിലെത്തിയ ആളാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന 1768 അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹം റോമിലേക്ക് പോയി. എന്തിനാന്ന് വെച്ചാൽ മലയാളം അച്ചടിക്കുന്നതിന് വേണ്ടി, മലയാളം അച്ചടിക്കുന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. കേരളത്തിൽ മതപ്രചരണം നടത്തണമെങ്കിൽ മലയാളത്തിൽ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന കൃതികൾ ലഭിക്കേണ്ടതുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം റോമിലേക്ക് പോവുകയും റോമിൽ അദ്ദേഹം എത്തിയതിനു ശേഷം അദ്ദേഹം കുറച്ച് കയ്യെഴുത്ത് പ്രതികളും കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്നു, മലയാളത്തിലെ അക്ഷരമാലയുടെ മാതൃക അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഒക്കെ. അപ്പൊ മലയാളം അറിയുന്നവരായിരിക്കില്ലല്ലോ ഈ ടൈപ്പുകൾ ഉണ്ടാക്കുന്ന അവിടെ. അപ്പൊ അവിടെ ആളുകൾക്ക് ഈ മലയാളം പരിചയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കുറെ കയ്യെഴുത്ത് പ്രതികളും എല്ലാമായിട്ട് അദ്ദേഹം അവിടെ പോവുകയും അതോടൊപ്പം തന്നെ സംക്ഷേപ വേദാർത്ഥം എന്ന് പറഞ്ഞ ഒരു കൃതി അദ്ദേഹം എഴുതി ഉണ്ടാക്കിയിരുന്നു. ആ കൃതിയും അദ്ദേഹം അവിടേക്ക് കൊണ്ടുപോവുകയും അവിടെ അച്ചടിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പാടുകയും ചെയ്യുന്നു. പക്ഷെ ആ കൃതി അച്ചടിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം മറ്റൊരു കൃതി അച്ചടിക്കുന്നുണ്ട്. അച്ചടിക്കുന്ന കൃതിയുടെ പേര് ആൽഫാബെറ്റം ഗ്രന്ഥോനിക്കോ മലബാറിക്കം
സിവേ സംസ്കൃതോനികം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൽഫാബെറ്റം ഗ്രന്ഥോനിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോനികം. അത് ഒരു ലത്തീൻ കൃതിയാണ്. പക്ഷെ ലത്തീൻ കൃതിയാണെങ്കിലും ആ കൃതിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കൃതിയാണ്. നമ്മുടെ ലിപി പഠനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. മലയാള അച്ചടിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മലയാളം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രന്ഥ മലബാർ ഭാഷയുടെ അഥവാ സംസ്കൃതത്തിന്റെ ലിപിമാല എന്നാണ് ആ ലത്തീൻ കൃതിയുടെ അർത്ഥം. അതായത് ഗ്രന്ഥ മലബാർ ഭാഷയുടെ അഥവാ സംസ്കൃതത്തിന്റെ ലിപിമാല. അതാണ് ഈ അൽഫാബെറ്റം ഗ്രന്ഥോനിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോനികം എന്ന് പറയുന്ന ലത്തീൻ ആ കൃതിയുടെ അർത്ഥം ഇതാണ്. ഗ്രന്ഥ മലബാർ ഭാഷയുടെ അഥവാ സംസ്കൃതത്തിന്റെ ലിപിമാല. സംസ്കൃതം ലിപിമാലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെമന്റ് പ്രിയാനിയോസ് പാതിരി അവതരിപ്പിക്കുന്നത് നമ്മുടെ ഇന്നത്തെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിപിയുടെ പൂർവ്വലിപിയായ ഗ്രന്ഥലിപിയാണ്. ഗ്രന്ഥലിപിയിലെ ചില വ്യത്യാസങ്ങൾ, ആര്യലിപി അല്ലെങ്കിൽ ഗ്രന്ഥലിപി എന്ന് പറയുന്ന ആ ലിപിയിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മൾ അച്ചടിയിലും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലിപി നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അപ്പൊ ആ ലിപി സംസ്കൃതം ലിപിയാണെന്നാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിലും ഇതിന്റെ പേരിലും എല്ലാം ആയിട്ട് ക്ലെമന്റ് പ്രിയാനിയോസ് പാതിരി പറയുന്നത്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദക്ഷിണേന്ത്യയിൽ ബ്രാഹ്മണര് സംസ്കൃതം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഈ ഗ്രന്ഥലിപി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ സംസ്കൃത ലിപിയായിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ ദേവനാഗരി ലിപിയാണ് സംസ്കൃത ലിപി എന്ന് വിളിക്കുന്നതെങ്കിൽ അന്ന് ഈ വിദേശ പണ്ഡിതന്മാർ, കേരളത്തിലെത്തിയ വിദേശ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരുന്ന ലിപിയെ വിളിച്ചിരുന്നത് സംസ്കൃതം ലിപി എന്നാണ് വിളിച്ചിരുന്നത്. അതിന്റെ കാരണം ഇതാണ്. ദക്ഷിണേന്ത്യയിലെ തമിഴ് ബ്രാഹ്മണര് സംസ്കൃതം എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ലിപിയാണ് എന്നുള്ളതാണ്. അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് നമ്മൾ പിന്നീട് മലയാള ലിപിയായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഗ്രന്ഥ മലബാർ ഭാഷയുടെ അഥവാ സംസ്കൃതത്തിന്റെ ലിപിമാല എന്ന് പറയുന്ന ഈ പഠനം, അത് ഗ്രന്ഥലിപികളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അതിന് എങ്ങനെയാണ് മലയാളം എഴുതേണ്ടതെന്നും വായിക്കേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ധാരാളം മലയാളം വാക്കുകൾ അച്ചടിച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രന്ഥം ഇത് ഒരു ലാറ്റിൻ ഗ്രന്ഥമാണ്, പക്ഷെ ഇതിനകത്ത് ധാരാളം മലയാളം വാക്കുകൾ അച്ചടിച്ചിട്ടുണ്ട്. ഈ പുസ്തകമാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത്. അതിന്റെ ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ ഈ ഗ്രന്ഥം 2 ഒരേ വർഷം അച്ചടിച്ചാണ്. 1772 തന്നെയാണ് 2 പുസ്തകം അച്ചടിച്ചത്. പക്ഷെ ഈ പുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകത്തിന് ഞാൻ പറഞ്ഞ എന്താണ് പറയുന്നത്, ആൽഫാബെറ്റം ഗ്രന്ഥോനിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോനികം എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം, ഇത് ലിപിയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ലിപിയെ കുറിച്ചുള്ള പഠനമായിരിക്കും ഒരുപക്ഷെ ആദ്യം നടത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് ആ ലിപിയുടെ പഠനം എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ടാണ് പിന്നീട് അവര് ഈ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന കൃതി അവർ എഴുതുന്നതും അതിന്റെ തെറ്റുകൾ തിരുത്തുന്നതും ഒക്കെ ഈ സംഗതി വെച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് അടിസ്ഥാന ഗ്രന്ഥം. അതിനകത്ത് ധാരാളം മലയാളം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാള പദങ്ങൾ മലയാള ലിപിയിൽ തന്നെ അച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അന്ന് ഈ വേദപ്രചരണ സംഘം എന്ന് പറഞ്ഞ ഒരു സംഘം ഉണ്ടായിരുന്നു. വേദ പ്രചരണ സംഘം അല്ലെങ്കിൽ പ്രൊപ്പഗാണ്ട സംഘം എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. 1770-കളില് റോമില് ലോകമൊട്ടാകെ ഈ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘമാണ്. ആ സംഘമാണ് അവിടെ ഈ റോമില് ബഹുഭാഷ അച്ചടിശാല ആരംഭിക്കുന്നത്. ആ ബഹുഭാഷ അച്ചടിശാലയിലാണ് മലയാളം ഈ പുസ്തകവും അവർ അച്ചടിക്കുന്നത്. അപ്പൊ അന്ന് അവിടെ 1128 ലിപികൾ അല്ലെങ്കിൽ ടൈപ്പുകൾ, അത്രയും അച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള 1128 മലയാളം അച്ചുകളാണ് അന്ന് അവിടെ ഉണ്ടാക്കേണ്ടി വന്നതെന്നാണ് പറയുന്നത്. അത്രയും ഡിഫറൻ്റായ അച്ചുകൾ ഉണ്ടാക്കിയാണ് ഈ അച്ചടി അവിടെ നിർവഹിക്കേണ്ടതായിട്ട് വന്നത് എന്ന് അവർ പറയുന്നത്. എന്തായിരുന്നാലും ഈ ഇത്രയധികം 1128 ലിപികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അച്ചുകൾ ഉപയോഗിച്ച് ഈ സംസ്കൃതോനികം എന്ന് പറയുന്ന ആൽഫാബെറ്റം ഗ്രന്ഥോനിക്കോ മലബാറിക്കം സിവേ സംസ്കൃതോനികം എന്ന് പറയുന്ന ഈ പുസ്തകം അച്ചടിച്ചു. പിന്നെ നമ്മൾ പറയുന്ന പോലെ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന പുസ്തകവും അച്ചടിച്ചു. ഇതാണ് ഒരുപക്ഷെ മലയാളം അച്ചടിക്കപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ 2 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അതിലെ സംക്ഷേപ വേദാർത്ഥത്തിന്റെ പ്രത്യേകത നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സമ്പൂർണ്ണമായും മലയാളത്തിലാണ്. മറ്റൊരു ലത്തീൻ ഭാഷയിൽ മലയാളം ഉപയോഗിക്കുകയാണ് ചെയ്തത്. ലത്തീൻ ഭാഷയിൽ എഴുതപ്പെട്ട കൃതിയിൽ മലയാളം ഉപയോഗിക്കുകയാണ് ചെയ്തതെങ്കിൽ ഈ കൃതിയിൽ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന കൃതി ഏതാണ്ട് സമ്പൂർണ്ണമായും മലയാള ഭാഷയിലാണ് അത് അച്ചടിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്. സംക്ഷേപ വേദാർത്ഥത്തിന്റെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യം അതാണ്. ഇനി നമ്മൾ
അവിടെ തന്നെ അച്ചടിക്കുന്ന മറ്റൊരു പുസ്തകത്തെ കുറിച്ചും കൂടി നമ്മൾ അറിയണം. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു അച്ചടി എന്ന് പറയുന്നത് പൗളിനസ് പാതിരിയുടെ തന്നെ മറ്റൊരു പുസ്തകം. പൗളിനസ് പാതിരിയുടെ അതിനടുത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതും കൂടെ പറയാൻ, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം. ഈ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന ഈ കൃതി, അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ക്രിസ്തീയ മതതത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. അത് ക്രിസ്തീയ മതതത്വങ്ങളാണ് അതിനകത്ത് പറയുന്നത്, സംക്ഷേപ വേദാർത്ഥം. അതായത് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണം ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് പ്രധാനമായിട്ടും അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. മാത്രമല്ല, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിപിയുടെ പ്രത്യേകത ചതുര വടിവിലുള്ള ലിപി എന്നാണ് പറയുന്നത്. അതായത് ഒരു ചതുരം പോലെയാണ്, മലയാള ആ എന്നൊക്കെ എഴുതുന്ന ഒരു ചതുരത്തിലാണ്, ഒരു ബോക്സ് പോലെ ഒരു രൂപത്തിലാണ് അത് അച്ചടിക്കുന്നത്. അത് നമ്മുടെ ആദ്യകാല അച്ചടി രൂപത്തിന് ചതുര വടിവ് അക്ഷരങ്ങൾ എന്നാണ് പറയുക, ചതുര വടിവിലുള്ള അക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. അച്ചടിയിൽ മാത്രമല്ല, എഴുത്തിലും നമ്മൾ അത്തരം രൂപങ്ങൾ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് കോർപ്പസ് മലബാർക്കസിലെ അച്ചടിയിലും നമുക്ക് അത് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യത്തെ എഴുതപ്പെട്ടിട്ടുള്ള കയ്യെഴുത്ത് രേഖയായിട്ടുള്ള പിന്നെ ഉദയംപേരൂർ സുനോദോസിന്റെ കാനോനകൾ, അതിനകത്തും ഈ ചതുര വടിവിലുള്ള കയ്യക്ഷരമാണുള്ളത്. അപ്പൊ കയ്യക്ഷര രൂപത്തിൽ തന്നെയാണ് അന്നത്തെ അച്ചടി രൂപവും അവര് കൊത്തി എടുത്തിരുന്നത്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്ലമന്റ് പിയാനിയസ് പാതിരി കുറെ കയ്യെഴുത്ത് പ്രതികളുമായിട്ടാണ് റോമിലേക്ക് പോയത്. സ്വാഭാവികമായിട്ട് ആ കയ്യെഴുത്ത് പ്രതിയുടെ അതേ മാതൃകയിൽ തന്നെയാണ് അദ്ദേഹം ഈ അച്ചുകൾ ഉണ്ടാക്കിയെടുത്തത്. എന്തായിരുന്നാലും ഈ കൃതി വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഒരുപക്ഷെ അതിന്റെ വേറൊരു പ്രാധാന്യം എന്ന് പറയുന്നത് അന്നത്തെ മലയാള ഭാഷയുടെ സ്വരൂപം ഗ്രഹിക്കാനായിട്ട് നമ്മളെ ഈ കൃതി സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുവരെയുള്ള നമ്മുടെ ഇവിടുത്തെ ഗദ്യത്തിന്റെ മാതൃക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഭാഷാകൗടില്യം അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ പുരാണം, ഭഗവത്ഗീത ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കൃതികളാണ്. അപ്പൊ ആ കൃതികളുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ പ്രാദേശിക സംസ്കൃത മണിപ്രവാള സംസ്കൃത പണ്ഡിതന്മാരൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു മലയാളമാണെങ്കിൽ, സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ പിൽക്കാലത്ത് പാതിരി മലയാളം എന്ന് ഒക്കെ അറിയപ്പെട്ട മറ്റൊരു മലയാള ഗദ്യ മാതൃകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു മാതൃകയാണ് സംക്ഷേപ വേദാർത്ഥത്തിലുള്ളത് എന്നുള്ള പ്രാധാന്യവും തീർച്ചയായിട്ടും സംക്ഷേപ വേദാർത്ഥത്തിന് ഉണ്ട്. പിന്നെ ഈ കൃതി സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന ഈ കൃതിക്ക് പറയുന്ന വേറൊരു പേര് കുംഭേന്തി എന്നാണ്. അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുള്ളതാണ്. കുംഭേന്തി എന്നറിയപ്പെടുന്ന പിന്നെ കൃതി ഏതാണെന്ന് ചോദിക്കും. കുംഭേന്തി അല്ലെങ്കിൽ കൊമ്പേന്തി, രണ്ടു പേരിലും അത് എഴുതാറുണ്ട്. കുംഭേന്തി എന്നും എഴുതാറുണ്ട്, കൊമ്പേന്തി എന്നും എഴുതാറുണ്ട്. രണ്ടായിരുന്നാലും അതിന്റെ അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന ഈ കൃതിയുടെ ഒരു ലത്തീൻ പേരുണ്ട്. ആ ലത്തീനിലുള്ള പേര് പിന്നെ ആരംഭിക്കുന്നത് കോമ്പൻ ഡിയോസ എന്ന് പറയുന്നുണ്ട്. കോമ്പൻ ഡിയോസ എന്ന് പറയുന്ന ഒരു ലത്തീൻ വാക്കോട് കൂടിയിട്ടാണ് അവർ അത് ആരംഭിക്കും. കോമ്പൻ ഡിയോസ റെജിസ് എക്സ്പ്ലാൻഷിയോ ഓംനിബസ് ക്രിസ്ത്യാനീസ് പിന്നെന്താണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു കുറച്ച് ദീർഘമായ ഒരു പേരാണ്. അപ്പൊ അതിന്റെ തുടക്കം ഈ കോമ്പൻ ഡിയോസ എന്ന് പറയുന്ന പേരാണ്. അത് മലയാളീകരിച്ചാണ് ഈ നമ്മൾ ഈ പറയുന്ന കുംഭേന്തി അല്ലെങ്കിൽ കൊമ്പേന്തി എന്നൊക്കെ പറയുന്ന ഒരു പേരായിട്ട് മലയാളത്തില് ദീർഘകാല ആദ്യകാലത്തെ കൃതികളുടെ പേരുകളൊക്കെ പറയുമ്പോൾ കൊമ്പേന്തി എന്നാണ് അതിന് പേര് പറയുന്നത്, അല്ലെങ്കിൽ കുംഭേന്തി എന്നാണ് പേര് പറയുന്നത്. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് ചോദിക്കാറുള്ളതാണ്. ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾക്കൊക്കെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കുംഭേന്തി എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന കൃതിയാണ്. അപ്പം ഇതാണ് അതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്. സംക്ഷേപ വേദാർത്ഥത്തിന്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നതും ഒക്കെ ഇതാണ്. മലയാളത്തിലെ ലിപികളെ കുറിച്ചുള്ള ഒരു പഠനം, അപ്പൊ ആൽഫാബറ്റിനെ കുറിച്ചുള്ള പഠനമുണ്ടല്ലോ. അപ്പൊ അതിന് ഒക്കെ പറയുന്ന സമയത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അന്നുണ്ടായിരുന്നത്, നമുക്കറിയാം മലയാളത്തിലെ ലിപി എന്ന് പറയുന്നത് അതിപ്പോ തമിഴില് മലയാളത്തിലും ഒക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലിപി നമ്മുടെ ലിപി വളരെ പ്രാചീനമായ ഒരു ലിപിയാണ്. അതിന് വെട്ടെഴുത്ത് അല്ലെങ്കിൽ വട്ടെഴുത്ത് എന്നാണ് അതിന്റെ പേര്. തമിഴിലും മലയാളത്തിലും എല്ലാം മലയാളികളായ നമ്മളും തമിഴിലും എല്ലാം ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഈ
വെട്ടെഴുത്ത് എന്ന് പറയുന്ന ലിപി അല്ലെങ്കിൽ വട്ടെഴുത്ത് എന്ന് പറയുന്ന ലിപിയാണ്. ആ ലിപിയെ പാണ്ഡ്യ ചേര ലിപി എന്നും പറയാറുണ്ട്. ചേര പാണ്ഡ്യ ലിപി എന്നും അതിന് ഒരു പേര് പറയാറുണ്ട്. കാരണം പാണ്ഡ്യരാജ്യത്തും ചേര രാജ്യത്തും ഒക്കെ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ലിപിയായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. പിന്നീട് അത് ഈ തമിഴില് അത് 10-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് തമിഴില് ആ ലിപി കാലഹരണപ്പെട്ടു പോവുകയും പിന്നീട് തമിഴ് രേഖകളിലൊന്നും ആ ലിപി ഉപയോഗിക്കാതെ വരികയും നമ്മൾ ഇന്ന് കാണുന്ന തമിഴ് ലിപിയാണ് 10-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് പിന്നെ തമിഴ്നാട്ടിലൊക്കെ പ്രചാരത്തിൽ വന്നു. പക്ഷെ ഈ വട്ടെഴുത്ത് എന്ന് പറയുന്ന ലിപി നമ്മൾ ദീർഘകാലം പിന്നെ ഉപയോഗിച്ചു. വട്ടെഴുത്ത് എന്ന് പറയുന്ന ആ ലിപി നമ്മൾ വകഭേദങ്ങൾ വരുത്തിക്കൊണ്ട് കുറച്ച് ചെറിയ ചെറിയ വകഭേദങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളത് പിന്നെ വേറെ രണ്ട് പേരുകൾ നമ്മളത് ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കോലെഴുത്ത് എന്നുള്ള പേരിലും മറ്റൊന്നും മലയാണ്മ എന്നുള്ള പേര്, രണ്ട് പേരിൽ നമ്മൾ ആ ലിപി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മലയാണ്മ എന്ന് പറയുന്ന ലിപി. ആ ലിപി ആ രണ്ട് ലിപികളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോലെഴുത്ത് എന്ന് പറയുന്നത് പൊതുവെ കൊച്ചിയിലും മലബാറിലും ധാരാളം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഇതാണ് ഈ കോലെഴുത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഗുണ്ടട്ടൊക്കെ സൂചിപ്പിക്കുന്ന പോലെയാണെങ്കിൽ ശരിക്കും തലശ്ശേരിയില് വട്ടെഴുത്തും പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗുണ്ടത്തിന്റെ കാലത്ത് പോലും തലശ്ശേരിയിൽ വട്ടെഴുത്ത് പ്രചാരത്തിലുണ്ടായിരുന്നെന്നും മാപ്പിളമാർക്ക് വട്ടെഴുത്താണ് പ്രമാണമെന്നും ഗുണ്ടട്ട് ഒരിടത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പൊതുവെ നമ്മുടെ മലബാറിലോ അല്ലെങ്കിൽ കൊച്ചിയിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ലിപി എന്ന് പറയുന്നത് കോലെഴുത്താണ്. ഈ അതുപോലെ തന്നെ മലയാണ്മ എന്ന് പറയുന്ന ലിപി ഉണ്ടായിരുന്നു. അതും വട്ടെഴുത്തിന്റെ ഒരു വകഭേദമാണ്. അത് പൊതുവെ ഉപയോഗിച്ചിരുന്നത് തെക്കൻ പ്രദേശം, പ്രത്യേകിച്ചും തിരുവിതാംകൂറിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ തെക്കൻ മലയാണ്മ എന്നാണ് അതിനെ കുറിച്ച് PJ തോമസിനെ പോലുള്ള ആളുകൾ കേരള ചരിത്രം മലയാളത്തിലെ സാഹിത്യ ചരിത്രത്തിനകത്തുള്ള ക്രിസ്ത്യൻ പാരമ്പര്യത്തെ കുറിച്ച് എഴുതിയ PJ തോമസ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അതുപോലെ ഈ ലിപികളുടെ എല്ലാം ഒരു ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വേറെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ വട്ടെഴുത്തായാലും തമിഴിലുള്ള ലിപികളായാലും കന്നഡയിലുള്ള ലിപികളായാലും തെലുങ്ക് അതുപോലെ ഗ്രന്ഥാക്ഷരം മലയാള ലിപി ഇതെല്ലാം ആധുനിക മലയാള ലിപി ഇതെല്ലാം അടക്കം ഉണ്ടായത് ബ്രാഹ്മിയിൽ നിന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ എല്ലാം ഇന്ത്യൻ ലിപികളുടെ എല്ലാം സോഴ്സ്, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ ലിപികളുടെ എല്ലാം സോഴ്സുകൾ പിന്നെ ബ്രാഹ്മിയിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് അശോകൻ ഉപയോഗിച്ച അല്ലെങ്കിൽ അശോകൻ ജനപ്രിയമാക്കി തീർത്ത ഒരു ലിപിയാണ് ബ്രാഹ്മി എന്ന് പറയുന്ന ലിപി. അപ്പൊ അശോകന്റെ കാലത്തല്ലേ ബുദ്ധമതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യയിലെ വെളിയിലും ചില പ്രദേശങ്ങളിലൊക്കെ ബ്രാഹ്മി ലിപി എന്ന് പറയുന്നത് വളരെ പ്രചാരം നേടിയിരുന്നു. ആ ബ്രാഹ്മി ലിപിയുടെ പ്രാദേശിക വകഭേദങ്ങളാണ് ഈ തമിഴ്, കന്നഡ, തെലുങ്ക് ലിപികളും ഗ്രന്ഥാക്ഷരങ്ങളും അതുപോലെ തന്നെ നമ്മൾ ആധുനിക മലയാള ലിപിയും എല്ലാം എന്നാണ്. അതുകൊണ്ട് ഇവയെല്ലാം തമ്മിൽ ഈ വട്ടെഴുത്തായാലും ഇവയെല്ലാം അതിൽ നിന്ന് രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവയെല്ലാം തമ്മിൽ പരസ്പരമായ ചില സാദൃശ്യങ്ങളും ജിനിയോളജിക്കലായ ബന്ധങ്ങളും ഒക്കെ ഇവ തമ്മിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു. അത്രയും കാര്യങ്ങളാണ് ഈ ലിപിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പൊ ആ ഒരു ലിപിയിൽ നിന്ന് ഗ്രന്ഥലിപി എന്ന് പറയുന്ന ഒരു ലിപി അല്ലെങ്കിൽ ആര്യലിപി, അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന വേറൊരു പേര് ആര്യലിപി എന്നാണ്. ഗ്രന്ഥലിപി അല്ലെങ്കിൽ ആര്യലിപി എന്ന് പറയുന്ന ലിപിയാണ് പിന്നീട് മലയാള ലിപി എന്ന് നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തും നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പത്രങ്ങളൊക്കെ അച്ചടിക്കുന്ന ലിപി ആയ മലയാള ലിപി വികസിച്ചു വരുന്നത് ഈ ആര്യ ഗ്രന്ഥലിപിയിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അത് വികസിച്ചു വരുന്നതിന് ഇത്രയധികം ലിപികൾ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും, അതായത് വട്ടെഴുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോലെഴുത്തുണ്ട് അല്ലെങ്കിൽ മലയാണ്മയുണ്ട്, കോലെഴുത്തിന്റെ തന്നെ വിവിധ പൂർവ്വരൂപമായിട്ടുള്ള പിന്നെ വട്ടെഴുത്തുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഗ്രന്ഥലിപി എന്തുകൊണ്ടാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടത്, അച്ചടിയുടെ ലിപിയായിട്ട് എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കപ്പെട്ടത് എന്നുള്ളതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, അത് ഇവിടുത്തെ ഉപരിവർഗത്തിൽപ്പെട്ട ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉപരിവർഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ മതം പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ ലിപിയിൽ അവർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന അറിയുന്ന തരത്തിൽ ഇത് ഈ ഗ്രന്ഥങ്ങൾ അച്ചടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് ഇവിടെ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മറ്റ് ലിപികൾ അവയ്ക്കെല്ലാം ഇപ്പൊ വട്ടെഴുത്തായാലും മലയാണ്മയായാലും കോലെഴുത്തായാലും ഇതിനെല്ലാം ഉള്ള പരിമിതി എന്ന് പറയുന്നത് തമിഴ് ലിപികളുടെ അത്ര തന്നെ ലിപികളെ ഉള്ളൂ ഇവയിൽ. സംസ്കൃത അക്ഷരങ്ങൾ പലപ്പോഴും ഇവ കൊണ്ട് എഴുതാനായിട്ട് കഴിയില്ല. അപ്പൊ സംസ്കൃതവും കൂടി എഴുതാൻ കഴിയുന്ന തരത്തിൽ ഗ്രന്ഥ ആര്യ ലിപിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും പുതിയവ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആദ്യകാലത്തെ ഒരു ലിപി അച്ചടിക്ക് വേണ്ടി ക്ലമന്റ് പിയാനിയസ് പാതിരിയും അദ്ദേഹത്തിന്റെ സഹായികളായിട്ട് ഉള്ള പിന്നെ ആളുകളും ചേർന്നിട്ട് റോമിൽ രൂപപ്പെടുത്തിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച്
ആ ലിപിയെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടത്. അങ്ങനെ അച്ചടിയില് ഗ്രന്ഥലിപി ഉറച്ചു വരികയാണ്. ഈ ഗ്രന്ഥലിപി അച്ചടിയിൽ ഉറച്ചു വരുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ഗ്രന്ഥലിപിക്ക് സവിശേഷമായി കേരള ചരിത്രത്തിലും ഒരു പ്രാധാന്യം ഈ സന്ദർഭത്തിൽ ലഭിക്കുന്നുണ്ട്. കാരണം ഇതേ കാലത്താണ്, അല്ലെങ്കിൽ ഇതിന് കുറച്ചു മുമ്പുള്ള ഒരു കാലത്ത് ആണ് എഴുത്തച്ഛൻ മലയാള ഭാഷയിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്ന് ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരിവിടെ അച്ചടി ആരംഭിക്കുന്നു. തമിഴില് പിന്നെ ക്രിസ്തീയ വണക്കം പോലുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്റ്റീന ഡോക്ടറിന ക്രിസ്ത പോലുള്ള കൃതികളൊക്കെ അവരെഴുതി ഉണ്ടാക്കുന്ന, അച്ചടിച്ചു വിടുന്നു. അപ്പൊ അതൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർ മതപ്രചരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് എഴുത്തച്ഛൻ ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ഭക്തി പ്രസ്ഥാനവും ഒക്കെ ആരംഭിക്കുന്നത്. പൊതുവെ ബ്രാഹ്മണാധിപത്യത്തിനെതിരായിട്ട് ഉള്ള ചില ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സാമാന്യ ജനങ്ങളെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഷയായിട്ടുള്ള മലയാളത്തിനെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒക്കെ അദ്ദേഹം നടത്തുന്നു. മണിപ്രവാളത്തിന്റെയും സംസ്കൃതത്തിന്റെയും ഒരു ആധിപത്യത്തിനെതിരെ തദ്ദേശ ഭാഷയെ മുൻനിർത്തിക്കൊണ്ട് അതിനകത്ത് മതവും അതിനകത്ത് ഭക്തിയും അതിനകത്ത് പുരാണ കഥകളും എല്ലാം അല്ലെങ്കിൽ തത്വചിന്ത, ഉപനിഷത്ത് തത്വചിന്തയൊക്കെ നിറച്ചു വെച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള കൃതികളൊക്കെ അദ്ദേഹം രചിക്കുന്ന ഈ ഘട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹം ആ കൃതികൾ രചിക്കാൻ വേണ്ടി അതുവരെ മലയാളികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും, പ്രത്യേകിച്ചും നമ്മുടെ തദ്ദേശ സാഹിത്യം എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിപി എന്ന് പറയുന്നത് വട്ടെഴുത്തോ കോലെഴുത്തോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ മലയാള ലിപികളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ, എഴുത്തച്ഛൻ ഈ മണിപ്രവാളം എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥലിപിയെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആര്യ എഴുത്ത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ കൃതികൾ രചിക്കാനായിട്ട് തുടങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ സ്വാഭാവികമായ രീതിയിൽ സംസ്കൃത മലയാള പദങ്ങളെ ഈ ലിപിയിലേക്ക് വളരെ സ്വാഭാവികമായിട്ട് ഇണക്കി ചേർക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ തമിഴ് ചുവ ഈ കൃതികളിൽ നിന്ന് വിട്ടുപോവുകയും ഇതിന് മണിപ്രവാളത്തോട് വളരെ അടുത്ത ബന്ധമുള്ള എന്നാൽ മലയാളിത്വം കൂടി നിൽക്കുന്ന ഒരു ഭാഷ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് അത് എഴുത്തച്ഛനെ ഈ ലിപിയുടെ പരിഷ്കരണം വളരെയധികം സഹായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എഴുത്തച്ഛൻ ജനങ്ങൾക്കിടയിൽ ഈ ഭക്തി അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ ഈ കാവ്യസുധ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് മതപ്രചരണം നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഇതൊരു വെല്ലുവിളിയാണ്. എഴുത്തച്ഛൻ അവരുടെ വെല്ലുവിളിയെയും എഴുത്തച്ഛന്റെ വെല്ലുവിളിയെ അവരും നേരിടുന്നത് ഈ തരത്തില ഒരാള് ഭക്തി സാഹിത്യം ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുന്ന കിളിപ്പാട്ട് പോലുള്ള വളരെ ജനകീയമായ വൃത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സ്വാധീനിച്ച് അവരിൽ മതബോധം ജനിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, മറ്റവര് തനി മലയാളം വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ എന്താണ് പറയുന്നത് അച്ചടിച്ച രൂപത്തില് പുസ്തകങ്ങൾ കൊണ്ടുവരാനും ക്രിസ്തീയ തത്വങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഈ തനി മലയാള പ്രയോഗങ്ങളുമായിട്ട് പരിചയപ്പെടുന്നതിന് വേണ്ടി മലബാറിലെ 100 പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം പൗളിനോസ് പാതിരി അച്ചടിച്ചിറക്കുന്നുണ്ട്. പൗളിനോസ് പാതിരിയുടെ 100 മലബാർ പഴഞ്ചൊല്ലുകൾ. അത് സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന പുസ്തകം അച്ചടിച്ചതിന് ശേഷമാണ് അത് വരുന്നത്. 100 മലയാളം പഴഞ്ചൊല്ലുകൾ, അത് 1791 100 മലയാളം പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന പുസ്തകം പൗളിനോസ് പാതിരി പിന്നെ അവിടെ നിന്ന് അച്ചടിക്കുന്നത്. അതായത് നമ്മൾ ഈ റോം നേരത്തെ പറഞ്ഞല്ലോ, ബഹുഭാഷ അച്ചടിശാലയായ റോമിൽ നിന്ന് 1791 വേറൊരു പുസ്തകം അച്ചടിക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് 100 മലയാളം പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിന് പേര് സെന്റും അഡാജിയ മലബാറിക്ക എന്നാണ്. മലബാറിലെ 100 പഴഞ്ചൊല്ലുകൾ എന്നാണ്. അപ്പൊ അത് മലയാള ഭാഷയിൽ എഴുതപ്പെട്ടുള്ള ഒരു കൃതിയാണ്. മലയാള ഭാഷ പൂർണ്ണമായ അർത്ഥത്തിൽ മലയാളം അല്ല, കാരണം മലയാളം പഴഞ്ചൊല്ല് കൊടുത്തിട്ട് അതിന്റെ ലത്തീനിലുള്ള അർത്ഥം കൊടുത്തിരിക്കുകയാണ് ആ പുസ്തകത്തിനകത്ത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അച്ചടിച്ചിരിക്കുന്ന ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് മലയാളമാണ്. പിന്നെ അതിന്റെ ലത്തീനിലുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ആ പഴഞ്ചൊല്ലുകൾ നമ്മുടെ ആദ്യകാലത്തുണ്ടായിരുന്ന പഴഞ്ചൊൽ പഠനത്തിന്, ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ പഴഞ്ചൊൽ സമാഹാരമാണത്. മാത്രമല്ല ആ പഴഞ്ചൊല്ലിനകത്തുകൂടി അന്നത്തെ മലയാള ഭാഷയുടെ തനിമ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ പറയുന്ന പഴഞ്ചൊല്ലുകളാണ് അതിനകത്ത് കളക്ട് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 18ാം നൂറ്റാണ്ടിലെ 1791 ഈ പുസ്തകം വരുന്നത്. അപ്പം 1791. അപ്പം 18ാം നൂറ്റാണ്ടിലെ അന്നത്തെ മലയാളത്തിന്റെ ഒരു രൂപം പഴഞ്ചൊല്ലുകൾ ആയതുകൊണ്ട് ആ പഴഞ്ചൊല്ലുകളിൽ ഒരുപക്ഷെ
അതിന്റെ പൂർവ്വ ഭാഷയുടെ രൂപമായിരിക്കും ഉണ്ടായിരിക്കും. പഴഞ്ചൊല്ലുകൾ പലപ്പോഴും പഴയ ഭാഷയുടെ അംശങ്ങൾ സംരക്ഷിക്കുന്നതും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് മലയാള ഭാഷയുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കൃതിയാണ് 1791 റോമിൽ അച്ചടിച്ച ഈ എന്താണ് പറയുന്ന മലബാറിലെ 100 പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം. അത് മലയാളം അച്ചടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ ഒരു ഘട്ടത്തിൽ എഴുതപ്പെടുന്ന ഒരു കയ്യെഴുത്ത് പ്രതിയായിട്ടുള്ള ഒരു കൃതിയുണ്ട്. അത് വർത്തമാന പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ ഈ സന്ദർഭത്തിൽ ഇപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതല്ല. ഈ വർത്തമാന പുസ്തകം എന്ന് പറയുന്ന ഈ കൃതി റോമ സന്ദർശിച്ച പിന്നെ കരിയാറ്റിലെ ഔസേപ്പ് മൽപ്പാൻ എന്ന് പറയുന്ന ആള് റോമില് സന്ദർശിച്ചിട്ട് ആ റോം അനുഭവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു യാത്രാവിവരണം, മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം എന്ന് പറയുന്നത്. ഈ വർത്തമാന പുസ്തകത്തിനകത്ത് അദ്ദേഹം അച്ചടിയെ കുറിച്ച് പറയുന്നുണ്ട്. വർത്തമാന പുസ്തകത്തിനകത്ത് അച്ചടിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം റോമിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കുറച്ച് കെട്ടുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറെ പുസ്തക കെട്ടുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു അഞ്ചെട്ട് ബണ്ടിൽ സാധനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ബണ്ടിലിനകത്ത് അദ്ദേഹം പറയുന്നത് മലയാളം പുസ്തകങ്ങളായിരുന്നു എന്നാണ്. റോമിൽ അച്ചടിച്ച, ഞാൻ പറഞ്ഞല്ലോ 1772 പിന്നെ ബഹുഭാഷ പ്രസ് ആരംഭിച്ച് അതിനകത്ത് സംക്ഷേപ വേദാർത്ഥവും മറ്റു കാര്യങ്ങളൊക്കെ അച്ചടിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഈ കൃതി എടുത്തു നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ തനിക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതായി പുതിയ അഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ സംക്ഷേപ വേദാർത്ഥമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റു കൃതികളെ കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല. എങ്കിലും വേറെ ചില കാര്യങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റലിയില് തന്നെ മിലാനില് മലയാളം ടൈപ്പുകൾ നിർമ്മിക്കുന്നുണ്ട് എന്നും അച്ചടി അവിടെ വേറെ തരത്തിലുള്ള അച്ചടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പം റോമിൽ മാത്രമല്ല, മിലാനിലും മലയാളം അച്ചടിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചന ഈ കൃതിയിൽ അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷെ ആ കൃതി കണ്ടെത്താനായിട്ടോ ആ കൃതിയോ അല്ലെങ്കിൽ മിലാനിൽ അച്ചടിച്ച ഗ്രന്ഥങ്ങളോ നമുക്ക് കണ്ടെത്താനും അതിന്റെ റെഫറൻസ് ഒന്നും കണ്ടെത്താൻ വേറെ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 1791 പഴഞ്ചൊൽ ഈ മലബാറിലെ പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞ പുസ്തകം അച്ചടിച്ചതെങ്കിൽ പിന്നെ നമ്മൾ അച്ചടി ദീർഘകാലത്തിന് കുറെ കാലത്തിന് പിന്നെ നമുക്ക് അച്ചടി കാണാൻ പറ്റുന്നില്ല. അച്ചടിച്ച പുസ്തകങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. ഒരുപക്ഷെ അച്ചടിച്ചിട്ടുണ്ടാവുമായിരിക്കുമെങ്കിലും അത്തരം പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളോ അതിന്റെ പകർപ്പുകളോ പതിപ്പുകളോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. മലയാളം അച്ചടി യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ, ഇതിപ്പോ റോമിലായിരുന്നു, മറ്റൊന്ന് ലിസ്ബണിലാണ്. ഇന്ത്യയിൽ എപ്പോഴാണ് മലയാളം അച്ചടി ആരംഭിച്ചതെന്ന് ചോദിക്കുമ്പോൾ വളരെ വൈകിട്ടാണ് ഇന്ത്യയിൽ മലയാളം അച്ചടി ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ മലയാളം ആദ്യമായി അച്ചടിക്കുന്നത് ബോംബെയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മലയാളം ലിപി അച്ചടിക്കുന്നത് ബോംബെയിലെ കൂരിയർ പ്രസ്സിലാണ്. കുറിയർ പ്രസ് എന്നും പറയാറുണ്ട്, ചിലർ എഴുതാറുണ്ട് കൂരിയർ പ്രസ് എന്ന് എഴുതാറുണ്ട്. എന്തായാലും കൂരിയർ പ്രസ്സിലാണ്, ബോംബെയിലെ കൂരിയർ പ്രസ്സിലാണ് ആദ്യമായി ഒരു മലയാളം അച്ചടിക്കുന്നത്. മലയാളം പൂർണ്ണമായ അർത്ഥത്തിൽ മലയാളം കൃതി എന്ന് പറയാൻ പറ്റില്ല. മലയാളം ലിപി ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിക്കുന്നത് ബോംബെയിലെ കൂരിയർ പ്രസ്സിലാണ്. അവിടെ തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതിയും അച്ചടിക്കുന്ന അവിടെ തന്നെയാണ്. പക്ഷെ അത് 1811 കുറച്ചും കൂടെ പിന്നീടാണ്. ഈ കൃതി അച്ചടിക്കുന്നത് 1799 1799 മലയാളം അച്ചടി കുരിയർ പ്രസ്സിൽ ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. ആ അച്ചടിച്ച പുസ്തകത്തിന്റെ പേര് നമുക്ക് അറിയാം. 1799 അച്ചടിച്ച പുസ്തകത്തിന്റെ പേര് റോബർട്ട് ഡ്രമണ്ട് ആണ് അത് എഴുതിയത്. ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്നാണ് അതിന്റെ പേര്. ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്നാണ്. 1799 ഈ പുസ്തകം ബോംബെയിലെ കൂരിയർ പ്രസ്സിൽ അച്ചടിക്കുന്നത്. അപ്പൊ കൂരിയർ പ്രസ്സിൽ 1799 ഈ പുസ്തകം അച്ചടിക്കുന്നതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കാരണം കേരളത്തില് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴടങ്ങുന്നു. 1795 അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് കപ്പം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ഇവർക്ക് കീഴടങ്ങുന്നുണ്ട്. അതുപോലെ ടിപ്പു സുൽത്താൻ ഈ ഘട്ടത്തിൽ വധിക്കപ്പെടുന്നുണ്ട്. ടിപ്പു സുൽത്താനെ കൊന്നിട്ട് മലബാറിന്റെ അധികാരം മുഴുവനും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തിരുവിതാംകൂർ, അതുപോലെ കൊച്ചി രാജാവും ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ബ്രിട്ടീഷ് ആധിപത്യം 1895 നിലവിൽ വരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ മലയാളികളായ നമ്മളെ, അല്ലെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്ന ആളുകളെ ഭരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഭരിക്കപ്പെടേണ്ട ആളുകളുടെ ഭാഷയിൽ കുറെ കാര്യങ്ങളൊക്കെ അച്ചടിക്കേണ്ടതായിട്ട് വരും.
അപ്പൊ അതിനുവേണ്ടിയാണ് അന്ന് ഡങ്കൻ സാഹിബ് എന്ന് പറയുന്ന ബോംബെ കളക്ടറായിട്ടുള്ള, ബോംബെയിലെ ചുമതലയുള്ള ഗവർണർ ജനറൽ ആയിട്ടുള്ള, ഗവർണർ ജനറൽ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായിരുന്നാലും ബോംബെ പ്രൊവിൻസിന്റെ ചുമതലയുള്ള പിന്നെ ഡങ്കൻ സാഹിബ് എന്റെ ഒരു മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യാർത്ഥം ബോംബെയിൽ നിന്ന് ഈ പല ദക്ഷിണേന്ത്യൻ ഭാഷകളുടെയും ഒരു അച്ചടി യഥാർത്ഥത്തില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരല്ല അവിടെ അച്ചടി ആരംഭിച്ച കുരിയർ പ്രസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ പ്രസ്സാണ്. ആ കുരിയർ പ്രസ്സിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർക്ക് ആവശ്യമുള്ള രേഖകളൊക്കെ അച്ചടിക്കാൻ ആരംഭിച്ചു. ആ അച്ചടിക്കാൻ ആരംഭിച്ച കൂട്ടത്തിൽ തമിഴും മലയാളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മലയാളം അച്ചടി അവിടെ ആരംഭിക്കുന്നത്. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവശ്യാർത്ഥമാണ് പ്രധാനമായിട്ടും ഈ അച്ചടി ബോംബെയിൽ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകമാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഗ്രാമർ ഓഫ് ദ മലബാർ ലാംഗ്വേജ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ബിഷഗുരനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു, ഡ്രമണ്ട് എന്ന് പറയുന്ന. തൊഴിൽപരമായ അദ്ദേഹം ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് കൂടി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയിലും കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ മലയാളം നന്നായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഇന്ത്യയിലേക്ക് വരുന്ന ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് മലയാളം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളം ഗ്രാമർ, അടിസ്ഥാനപരമായ വിവരങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കിയതാണ് ഈ എന്താണ് പറയുന്നത്, ഗ്രാമർ ഓഫ് ദ മലബാർ എന്ന് പറയുന്ന, മലബാർ ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ പുസ്തകം. ഇതാണ് ഒരുപക്ഷെ മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി എഴുതപ്പെട്ട ഒരു വ്യാകരണ ഗ്രന്ഥം. ലീലാതിലകമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ വേറൊരു വ്യാകരണ ഗ്രന്ഥം ഇതിനു മുമ്പ് പിന്നെ അർണോസ് പാദ്രി എഴുതുന്നുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിലര് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കുന്നില്ല എന്ന് പറയുമ്പോ ആർക്കൊക്കെയാണ് പ്രധാനമായിട്ട് കേൾക്കാൻ പറ്റാത്ത കൂടുതൽ ആളുകൾ ഉണ്ടോ? ആരെങ്കിലും ഒരാൾ ഓൺ ചെയ്തിട്ടൊന്ന് പറയൂ, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. സാർ നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. സാർ നല്ല ഇടിയും മഴയാണ്, അപ്പൊ പറയുന്ന മുറിഞ്ഞു പോവാണ്. ആണോ? അപ്പൊ നമുക്ക് തൽക്കാലം എന്നാ നിർത്തി വെക്കാം. കാരണം നമ്മൾ അങ്ങനെ ആവശ്യമില്ല എങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. നല്ല മഴയായതുകൊണ്ട് നെറ്റ് കുറവായിട്ടോ, നല്ല ഇടിയുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാ നിർത്തിയിട്ട് നമുക്ക് ബാക്കി നാളെ ചെയ്യാം കേട്ടോ. ഓക്കെ സാർ, നല്ല മഴയാണ്, നല്ല മഴ. ഇവിടെ ഇടിയുടെ കുറവുണ്ട്, പക്ഷേ മഴ നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. സന്തോഷ് മാഷേ, അത്യാവശ്യം മഴയുള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ദിവസം റെക്കോർഡഡ് ഓഡിയോ കിട്ടും. എന്നാൽ കൂടി നമുക്ക് തൊട്ടടുത്ത ദിവസം ചെയ്യാം. കാരണം ഒരുപാട് പേർക്ക് ബ്രേക്ക് വരുന്നു എന്ന് പറയുന്നത്. അതെ, ഇവിടെ നല്ല ഇടിയും മിന്നലുമാണ്. ഞാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നാളെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ശരി, ഓക്കെ.